ഹലോ നമസ്കാരം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ മഴതോരും മുമ്പയുടെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. അതായത് അലീനയെക്കുറിച്ച് ഒരുപാട് സംശയങ്ങളൊക്കെ വൈജയന്തിക്ക് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. കാരണം അലീനയോട് എല്ലാവർക്കും സ്നേഹമാണ്. ഇപ്പോൾ മക്കൾക്കൊക്കെ അലീനയെ ഭയങ്കര കാര്യമാണ്. ആദ്യം കൃഷ്ണയ്ക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ രോഹിത് ആണെങ്കിലും ബബിതയാണെങ്കിലും അലീന ചേച്ചി ഇല്ലാതെ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് രണ്ടുപേരും നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് നടക്കുന്ന ഒരു സ്റ്റോറിയാണ്. അപ്പോൾ വൈജിക്ക് ഭയങ്കര സംശയമാണ്. ബാലചന്ദ്രന് അലീനയെ ഇഷ്ടമാണ്, ഒരു മകളോട് എന്ന പോലെയുള്ള സ്നേഹമാണെന്ന് വൈജിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ അതുപോലെ മക്കൾക്കാണെങ്കിലും ഒരു ചേച്ചിയായിട്ട് അവർ കാണുന്നു, ഒരു സെർവൻ്റ് ആയിട്ടല്ല ഒരു ചേച്ചിയായിട്ട് കാണുന്നു. അമ്മയാണെങ്കിൽ ഒരു പേരക്കുട്ടിയായിട്ട് തൻ്റെ കൊച്ചുമകളായിട്ട് കാണുകയാണ് അലീനയെ. അതുപോലെ ഗംഗാധരനും മാലതിക്കും അലീനയെ ഇഷ്ടമാണ്. അതുപോലെ രാജീവേട്ടനും കുറച്ചൊക്കെ ഇഷ്ടം ആയിട്ടുണ്ട് എന്ന് മനസ്സിലാവുകയാണ്. മനുവിനാണെങ്കിൽ ഒരുപാട് ഇഷ്ടമാവുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സമയത്ത് അലീനയെ കുറിച്ചിട്ട് ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ വൈജയുടെ മനസ്സിൽ തോന്നുന്നുണ്ട്. അപ്പോൾ ആ സംശയങ്ങളൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ എന്തായിരിക്കും ഇതിന് കാരണം, എല്ലാവർക്കും അലീനയോട് ഇങ്ങനെ ഇഷ്ടം തോന്നാനും ഒക്കെ കാരണം എന്തായിരിക്കും? അവൾ വെറും വേലക്കാരി ആയതുകൊണ്ട് മാത്രമായിരിക്കത്തില്ല, അവളിലെ നന്മയും ഒക്കെ കണ്ടിട്ട് ആയിരിക്കത്തില്ല, ഇതിന് പുറകിൽ മറ്റെന്തോ കാര്യമുണ്ടെന്ന് വൈജയ്ക്ക് ഇങ്ങനെ സംശയമൊക്കെ തോന്നി തുടങ്ങാം കേട്ടോ. അപ്പോൾ അങ്ങനെ ആ സമയത്ത് നടക്കുന്ന ഒരു സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കേൾക്കുക കേട്ടോ, സ്റ്റോറി കേൾക്കുക. ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതോടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നാൽ നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അങ്ങനെ മുത്തശ്ശിയുടെ അസുഖമൊക്കെ ഭേദമായിട്ടോ. മുത്തശ്ശിയൊക്കെ ഇതുപോലെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. മുത്തശ്ശിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യും. അതുപോലെ കിച്ചണിൽ അലീന ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് അലീനയെ വന്ന് സഹായിക്കും. മുത്തശ്ശിക്ക് ഇപ്പോൾ അലീനയോട് ഭയങ്കര സ്നേഹമാട്ടോ, ഒരു ദേഷ്യമോ അങ്ങനെയൊന്നുമില്ല. പിന്നെ മുത്തശ്ശി ഇടയ്ക്ക് കൊല്ലപ്പള്ളിയിലും പോയി നിൽക്കാറുണ്ട്. കമലയ്ക്കൊക്കെ നല്ല മറുപടി കൊടുത്തിട്ടുണ്ട്. കാരണം മുത്തശ്ശി ഇപ്പോൾ എഴുന്നേറ്റ് നടക്കാറായല്ലോ, അതുകൊണ്ട് കൊല്ലപ്പള്ളിയിൽ നിന്നാലും കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്ക് കൊല്ലപ്പള്ളിയിലും ഇടയ്ക്ക് ഇവിടെയായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ മുത്തശ്ശി. അങ്ങനെ ഒരു ദിവസം മുത്തശ്ശി കൊല്ലപ്പള്ളിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കമലയ്ക്ക് എന്തോ ആവശ്യത്തിന് കമലയുടെ വീട്ടിലേക്ക് പോകേണ്ടതായിട്ട് വന്നു. അപ്പോൾ വീട്ടിൽ ആരുമില്ല, മക്കൾ തനിച്ചാണ്, അഞ്ജലി തനിച്ചാണ്. അതുപോലെ ഹരിയും അഞ്ജലിയും മാത്രമേ ഉള്ളൂ, മനു ഇല്ലല്ലോ. അപ്പോൾ അവരാണെങ്കിൽ കമലയുടെ കൂടെ പോകുന്നില്ല. അപ്പോൾ തനിച്ചായതുകൊണ്ട് മുത്തശ്ശി കുറച്ച് ദിവസം അവിടെയാണ് നിൽക്കുന്നത്. അങ്ങനെ മുത്തശ്ശി അവിടെ നിൽക്കുന്ന ഒരു ദിവസം വൈജയന്തി കൊല്ലപ്പള്ളിയിലേക്ക് പോകുന്നുണ്ട് മുത്തശ്ശിയെ കാണാനായിട്ട്. അപ്പോൾ മുത്തശ്ശി കുറച്ച് ദിവസമായി പോയിട്ട് അപ്പോൾ ഒന്ന് കാണാമെന്നൊക്കെ ചിന്തിച്ച്, പിന്നെ ഈ അലീനയെക്കുറിച്ചുള്ള കുറേ സംശയങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിപ്പോൾ ബാലചന്ദ്രനുമായിട്ടൊന്നും പങ്കുവെക്കാൻ പറ്റത്തില്ല, കമലയായിട്ട് പങ്കുവെക്കാൻ പറ്റത്തില്ല, പിന്നെ മുത്തശ്ശിയായിട്ട് മാത്രമല്ലേ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മുത്തശ്ശിയുടെ അടുത്തേക്ക് പകല് ചെല്ലുകയാണ്. അവിടെ മക്കൾ ആരും ഉണ്ടാവത്തില്ല എന്ന് കമലയ്ക്ക് അറിയാം. അങ്ങനെ ചെല്ലുന്ന സമയത്ത് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നീ എന്ത് ഈ നേരത്ത് ഒരു അറിയിപ്പും കൂടാതെ വന്നേക്കുന്നു, എന്തോ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ, ഒന്നുമില്ല, ഞാൻ അമ്മയുടെ അടുത്തേക്ക് വന്നതന്നെ, അമ്മ കുറച്ച് ദിവസമായില്ലേ അവിടെ നിന്ന് പോന്നിട്ട് എന്ന് പറയണ വൈജ. എൻ്റെ അടുത്തേക്ക് ചുമ്മാ സുഖവിവരം അന്വേഷിക്കാൻ നീ വന്നതൊന്നുമല്ല എന്ന് എനിക്കറിയാം, പറ എന്താണ് കാര്യം, എന്താണ് നിൻ്റെ ആവശ്യം എന്ന് ചോദിക്കുകയാണ്. അങ്ങനെയൊന്നുമില്ല അമ്മേ, ഞാനേ ഇന്ന് നേരത്തെ ഒന്ന് ബാങ്കിൽ നിന്ന് ഇറങ്ങി, അപ്പം എന്നാൽ പിന്നെ അമ്മയെ കണ്ടിട്ട് പോകാമെന്ന് വെച്ചു ഇങ്ങോട്ടേക്ക് പോകുന്നതാണ്, ഇനി കുറച്ച് കഴിഞ്ഞിട്ട് പോവാലോ എന്ന് കരുതി വീട്ടിലേക്ക് എന്ന് പറയാണ് വൈജ. എന്നാൽ നീ ഇരിക്കും, ഞാൻ നിനക്ക് ചായ എന്തെങ്കിലും എടുക്കട്ടെ കുടിക്കാനായിട്ട് എന്ന് പറയുമ്പോൾ, എന്നാൽ അമ്മ ഒരു ചൂടുള്ളൊരു ചായ എടുത്ത്, എനിക്ക് നല്ല തലവേദനയൊക്കെ ഉണ്ട്, ഇങ്ങനെ ബാങ്കിൽ നിന്ന് ഇറങ്ങുമ്പോൾ ശരിക്കും പെട്ടെന്നൊരു ചായ കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കും. അങ്ങനെ വീട്ടിലെത്തുന്ന സമയത്ത് അലീന ഉണ്ടാക്കി കൊണ്ടുവരുന്ന ചായ കുടിക്കുമ്പം അതൊരു ആശ്വാസം തന്നെയാണ് എന്ന് പറയാണ്. ഇപ്പോഴും നിനക്ക് അവളോട് ദേഷ്യമാണോടി എന്ന് ചോദിക്കണം മുത്തശ്ശി. എനിക്ക് എന്തിനാ ദേഷ്യം, എനിക്ക് ആരോടും ദേഷ്യമില്ല, എനിക്ക് എന്നോട് തന്നെയാണ് ദേഷ്യം. കാരണം എൻ്റെ ഒരു ജീവിതം ഇങ്ങനെ ആയിപ്പോയി, എനിക്ക് ഇഷ്ടപ്പെട്ടതൊന്നും എനിക്ക് നേടാൻ കഴിഞ്ഞില്ല, ഇഷ്ടപ്പെടാത്തൊരു ജീവിതത്തിലേക്ക് എന്നെ എല്ലാവരും കൂടി തള്ളിവിട്ടു. പിന്നെ അതങ്ങോട്ട് എങ്ങനെയെങ്കിലും ജീവിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അപ്രതീക്ഷിതമായിട്ട് നടക്കുന്ന ഓരോരോ സംഭവങ്ങളും എല്ലാം കൊണ്ടും ഞാൻ മടുത്തമ്മ എന്നൊക്കെ പറയാണ്. ഇപ്പോഴും നീ അവളോട് ദേഷ്യപ്പെടാറും വഴക്കുണ്ടാക്കാറും ഒക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഇപ്പോൾ ഞാൻ അങ്ങനെ ഒന്നിനും അധികമൊന്നും നിൽക്കാറില്ല അമ്മ, എനിക്ക് ഒന്നാമത് സമയമില്ല, അവൾ അവളുടെ ജോലി ചെയ്യുന്നു, ഞാൻ എൻ്റെ പാട്ടിന്, മക്കളുടെ പാട്ടിന്, ബാലചന്ദ്രൻ്റെ പാട്ടിന് അങ്ങനെ നടക്കുന്നു, അത്രയേ ഉള്ളൂ എന്ന് പറയാണ്. നീ കുറച്ചൊന്ന് കണ്ണടച്ചേക്ക്, അവിടെ എന്താണെങ്കിലും മോശമായിട്ടുള്ള പ്രവൃത്തിയൊന്നും അവിടെ നടക്കുന്നില്ലല്ലോ, നിനക്കുള്ള സ്ഥാനം ആരും കൊണ്ടുപോകാനും പോകുന്നില്ല എന്ന് പറയാണ് മുത്തശ്ശി. കാരണം മുത്തശ്ശിക്ക് ആ സമയത്തൊക്കെ അറിയാം കേട്ടോ, അലീന വൈജയന്തിയുടെ മകളാണെന്നുള്ള വിവരം അറിഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്. ബാലചന്ദ്രൻ തന്നെയാണ് മുത്തശ്ശിയോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അതിൻ്റെ സ്റ്റോറി നമ്മൾ ഒരിക്കലും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു.
അങ്ങനെ അവരവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കോളിംഗ് ബെൽ അടിക്കുന്നത് കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നീ പോയി നോക്കിയാൽ ചിലപ്പോൾ കമലയായിരിക്കും, ഇന്നോ നാളെയോ വരാമെന്നൊക്കെ പറയുന്നുണ്ട് എന്ന് പറയാണ്. ഇപ്പോൾ ഞാനിവിടെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി അവൾ വീട്ടിൽ പോയി നിൽക്കുന്നു, അങ്ങനെ പോയി നിൽക്കാത്ത ആളാണ്. ഇപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഓടി നടന്ന് പിള്ളേരുടെ കാര്യങ്ങളും നോക്കി ജോലിയൊക്കെ ചെയ്തുകൊണ്ട് നടക്കില്ലേ, അപ്പോൾ അവൾ പോയതാണ്, അതാണ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടേക്കണേന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട്. ശരിക്കും മുത്തശ്ശിക്ക് കടപ്പാട്ടൂർ നിൽക്കാനാണ് ഇഷ്ടം, കാരണം അവിടെയാണല്ലോ പിള്ളേരൊക്കെ ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉള്ളത്. ഇപ്പം ബബിതയും അതുപോലെ രോഹിത്തൊക്കെ മുത്തശ്ശിയോട് ഭയങ്കര കൂട്ടാട്ടോ, ആദ്യത്തെ പോലെയൊന്നുമല്ല. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ്. അഞ്ജലിയും അതുപോലെ ഹരിയൊന്നും അങ്ങനെ കൂട്ടൊന്നുമില്ല, മുത്തശ്ശി ഒറ്റപ്പെട്ടതുപോലെയാണ്. അവർ വന്ന് അവരുടെ ജോലി, മുത്തശ്ശി അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ വൈജ പറയുന്നുണ്ട്, അവൾ വന്നതായിരിക്കും, നീ ഒന്ന് പോയി തുറന്നു കൊടുക്ക്, വൈജയോട് മുത്തശ്ശി പറയാണ്. അങ്ങനെ വൈജയന്തി പോയി തുറന്നു നോക്കുന്ന സമയത്ത് ഒരു പോസ്റ്റ്മാനാട്ടോ വന്ന് നിൽക്കുന്നത്. അപ്പം എന്താ ഒരു രജിസ്റ്റേർഡ് ഉണ്ടെന്ന് പറയണം. അപ്പോൾ ആർക്കാന്ന് ചോദിക്കുമ്പം സൗദാമിനി അമ്മയ്ക്കാന്ന് പറയാട്ടോ. അപ്പോൾ അമ്മ ഇവിടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വൈജ അമ്മയെ വിളിക്കുന്നുണ്ട് കേട്ടോ. അമ്മയ്ക്കൊരു രജിസ്റ്റേർഡ് പോസ്റ്റ് വന്നിട്ടുണ്ടെന്ന് പറയണേ. എനിക്കാരപ്പോൾ രജിസ്റ്റേർഡ് അയക്കാൻ എന്ന് പറയുമ്പോൾ അങ്ങനെ മുത്തശ്ശി ചെന്നിട്ട് അത് ഒപ്പിട്ട് വാങ്ങിക്കുന്നുണ്ട്. അമ്മയ്ക്കാരാ ഇപ്പോൾ രജിസ്റ്റേർഡ് പോസ്റ്റ് അയക്കാനായിട്ട്? എന്തായിരിക്കും അതിൽ? അപ്പോൾ അതൊരു കവറാണ് കേട്ടോ, എന്തൊക്കെയോ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള കവറാണെന്ന് മനസ്സിലാവാണ്. എനിക്കറിയാൻ പാടില്ല, നീ എന്നെ ഒന്ന് തുറന്നു നോക്കി, എനിക്കിത് എന്തെങ്കിലും വല്ലതും മനസ്സിലാവോ എന്ന് പറയുന്നുണ്ട് മുത്തശ്ശി. അങ്ങനെ വൈജ ചെന്നിട്ട് അത് തുറന്നു നോക്കുകയാണേ. വൈജ ചെന്ന് അത് തുറന്നു നോക്കുന്ന സമയത്ത് അത് അവരുടെ ഒരു കുടുംബ വക്കീലുണ്ട്. ആ വക്കീൽ അയച്ചൊരു രജിസ്റ്റേർഡ് പോസ്റ്റ് ആട്ടോ, കുറച്ച് ഫയലും സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൽ ആദ്യം തന്നെ ഒരു ലെറ്റർ ഉണ്ടായിരുന്നു സൗദാമിനി അമ്മയ്ക്ക് എന്നും പറഞ്ഞിട്ട് ഇത്. അപ്പോൾ ആ ലെറ്ററിൽ പറയുന്നുണ്ട്, എനിക്ക് നേരിട്ട് വരാൻ കുറച്ച് അസൗകര്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത് രജിസ്റ്റേർഡ് ആയിട്ട് അയക്കുന്നത്. കുഞ്ഞിരാമൻ മേനോൻ മരിക്കുന്ന സമയത്ത് ഒരു വിൽപത്രം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയാട്ടോ. അപ്പോൾ അതിലിങ്ങനെ പറഞ്ഞ്, അതേത് വിൽപത്രം അമ്മ എന്ന് ചോദിക്കുകയാണ് വൈജ. എനിക്കറിയാൻ പാടില്ല, അച്ഛൻ എല്ലാ സ്വത്തുകളും വീതിച്ച് എല്ലാവർക്കും കൊടുത്തതല്ലേ, അച്ഛൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എനിക്കറിയാൻ പാടില്ല എന്ന് പറയണം. അപ്പോൾ അത് ഏത് സ്വത്ത് എന്നിങ്ങനെ നോക്കുന്ന സമയത്ത് തൊടുപുഴക്കടുത്ത് ഒരു കുറച്ച് 2 ഏക്കർ സ്ഥലമുണ്ട്, റബ്ബറാണ്. അപ്പോൾ അത് ഒരു ആളുടെ പേരിലേക്ക് മാറ്റി എഴുതിയിട്ടുണ്ട്. അത് ആ വ്യക്തിയുടെ പേരിലേക്ക് മാറ്റി എഴുതിയത് അദ്ദേഹത്തിൻ്റെ മരണശേഷം മാത്രമേ പുറത്തേക്ക് പറയാൻ പാടുള്ളൂ. അത് എൻ്റെ ഭാര്യയെ അറിയിക്കാൻ വേണം എന്നുള്ളത് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നെ. അതുകൊണ്ടാണ് ഞാൻ സൗദാമിനി അമ്മയ്ക്ക് ഈ ഒരു കത്ത് എഴുതുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാ രേഖകളും ഞാൻ തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ സൂക്ഷിച്ച് വെക്കണം. ഇതിൻ്റെ അവകാശി ആരാണെന്ന് കണ്ടെത്തിയിട്ട് അവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ആ കത്ത് അവസാനിപ്പിക്കുന്നത് കേട്ടോ. അങ്ങനെ മുത്തശ്ശി ആകെ ഷോക്കായി പോകുന്നുണ്ട്. അവിടെ 2 ഏക്കർ റബ്ബറോ, അത് ആർക്ക് വാങ്ങിച്ചതായിരിക്കാം, ആരുടെ പേരിലേക്കായിരിക്കാം എഴുതിയിട്ടുണ്ടാവുക എന്നൊക്കെ അങ്ങനെ സംശയത്തോട് കൂടിയിട്ട് നോക്കുകയാണ്. അപ്പം ആ രേഖകളൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ആ 2 ഏക്കർ അലീനയുടെ പേരിലേക്കാണ് ആധാരം ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. അത് കണ്ടിട്ട് വൈജ ആകെ ഷോക്കാവാണ്. അമ്മേ, ഇത് അലീനയുടെ പേരിലേക്കാണ് അച്ഛൻ ആധാരം ചെയ്ത് വെച്ചേക്കുന്നത് എന്ന് പറയാട്ടോ. അലീനയുടെ പേരിലേക്ക് ആധാരം ചെയ്ത് വെച്ചേക്കുന്നു എന്ന് അങ്ങനെ ഒരു ഞെട്ടലോട് കൂടിയിട്ട് ചോദിക്കുകയാണ് മുത്തശ്ശി. അതേ അമ്മ, അലീനയുടെ പേരിലേക്ക്, അതിൻ്റെ ആവശ്യം എന്താണ് അച്ഛന് അലീനയുടെ പേരിലേക്ക് ഇത് ആധാരം ചെയ്ത് വെക്കേണ്ടത് എന്നിങ്ങനെ ചോദിക്കുകയാണ് വൈജ മുത്തശ്ശിയോട്. മുത്തശ്ശി ഇപ്പോൾ എന്ത് മറുപടി പറയണമെന്നറിയാതെ ഇങ്ങനെ ആകെ ഒരു മന്തപ്പിൽ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പം എനിക്കറിയാൻ പാടില്ല എന്ന് പറയാണ് മുത്തശ്ശി. കാര്യങ്ങളൊക്കെ മുത്തശ്ശിക്ക് അറിയാം, എന്നാലും എന്തായിരിക്കാം അമ്മേ അവളുടെ പേരിലേക്ക് ഇങ്ങനെ ആധാരം ചെയ്ത് വെച്ചേക്കണത് എന്നിങ്ങനെ വൈജി ഇങ്ങനെ ചോദിക്കണം. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് അതിൽ വേറൊരു ലെറ്റർ കിട്ടുകയാണ്. അതിൻ്റെ പുറമെ എഴുതിയിട്ടുണ്ട്, എന്നെങ്കിലും ഈ ലെറ്റർ വൈജയ്ക്ക് ഒന്ന് കൊടുക്കണം എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് വൈജയല്ലേ ഇതൊക്കെ എടുത്ത് നോക്കുന്നത്. അപ്പോൾ വൈജയന്തി ആ ലെറ്റർ എടുക്കുക കേട്ടോ. അപ്പോൾ ഇതെന്താ അമ്മ ഇങ്ങനെ ഒരു ലെറ്റർ എനിക്ക് തരണമെന്നും പറഞ്ഞിട്ട് എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ വൈജയന്തി ആ ലെറ്റർ ഓപ്പൺ ചെയ്തിട്ട് നോക്കുന്നുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട മകൾക്ക് എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിനെ എഴുതിയേക്കാണ്. അച്ഛൻ ഒരുപാട് തെറ്റുകൾ നിന്നോട് ചെയ്തിട്ടുണ്ട്, പൊറുക്കാൻ പറ്റാത്ത പലതും നിന്നോട് ചെയ്തിട്ടുണ്ട്, നിന്നെ പലതിലും നിർബന്ധിച്ചിട്ടുണ്ട്, പല കാര്യങ്ങളും നിന്നിൽ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ അവസാനം അച്ഛൻ ഒരു ശരി നിനക്ക് വേണ്ടി ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് പറയാട്ടോ. അപ്പോൾ ആ കത്ത് ഇങ്ങനെ വായിച്ചിട്ട് സംശയത്തോട് കൂടിയിട്ട് മുത്തശ്ശി ഇങ്ങനെ നോക്കുകയും ചെയ്യുന്നുണ്ട് വൈജ. അങ്ങനെ കത്ത് വായിക്കുകയാണ്. നീ അന്ന് ആഗ്രയിൽ നിന്ന് വരുമ്പോൾ 7-8 മാസം ഗർഭിണിയായിരുന്നു, നിന്നെ അവിടെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്നു, അവിടെ നിൻ്റെ ഡെലിവറി നടത്തി, ആ കുഞ്ഞിനെ ഞങ്ങൾ ഒരു ഓർഫനേജിലേക്കാണ് മാറ്റിയത് എന്ന് പറയാട്ടോ. അപ്പം വൈജയന്തി ആകെ ഷോക്കാവുന്നുണ്ട്. നിന്നോട് മരിച്ചുപോയി എന്ന് കള്ളം പറഞ്ഞതാണ്, ആ കുഞ്ഞിനെ ഒരു ഓർഫനേജിലേക്കായിരുന്നു മാറ്റിയത് എന്ന് പറയണം. അപ്പോൾ വൈജയന്തി ആകെ ഷോക്കായിട്ട് ശരിക്കും കണ്ണൊക്കെ അങ്ങോട്ട് നിറഞ്ഞുകൊണ്ട് അമ്മ ഇത് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് പറ്റി എന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ ഭയങ്കര ദേഷ്യവും എല്ലാം കൂടി വരികയാണേ.
അപ്പോൾ വൈജ വീണ്ടും വായിക്കുകയാണ്. പിന്നീട് 2 വർഷം കഴിഞ്ഞ് ആ കുഞ്ഞ് മരിച്ചുപോയി എന്ന് ഗംഗനെയും രാജീവിനെയും നിൻ്റെ അമ്മയൊക്കെ ഞങ്ങൾ പറഞ്ഞു വിശ്വസിപ്പിച്ചു. പക്ഷേ ആ കുഞ്ഞിനെ അവിടെ നിന്ന് വളർത്താൻ ഏൽപ്പിച്ചതായിരുന്നു. ആ കുഞ്ഞ് മരിച്ചൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ഇന്നും അവൾ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് എന്നിങ്ങനെ പറയാട്ടോ. പക്ഷെ ആ കുഞ്ഞാണ് അലീന എന്നുള്ളത് പറയുന്നില്ല. ആ കത്ത് വായിച്ചിട്ട് വൈജയന്തി ആകെ ഷോക്കായി പോവാണ്. എന്താ ഇപ്പം ഇതിൽ എഴുതിയേക്കണതെന്ന് കണ്ടിട്ട് ആകെ ഷോക്കായി പോവാട്ടോ. അപ്പോൾ എന്നിട്ട് മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട്, അമ്മേ നിങ്ങളെല്ലാവരും കൂടി എന്നെ ചതിക്കുകയായിരുന്നല്ലേ, എൻ്റെ കുഞ്ഞ് അവളെ എവിടെ, ഒരു പെൺകുഞ്ഞായിരുന്നു എന്ന് വരെ അച്ഛൻ എന്നോട് പറഞ്ഞു, ആ കുഞ്ഞ് എവിടെ എന്നൊക്കെ ചോദിച്ചിങ്ങനെ ദേഷ്യപ്പെട്ട് മുത്തശ്ശിയോട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് സംസാരിക്കുകയാണ് വൈജയന്തി. അമ്മ എന്താ ഇതൊക്കെ, ഇതിൻ്റെ അർത്ഥം എന്താ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടോ. കുഞ്ഞെവിടെ അമ്മ, എൻ്റെ കുഞ്ഞെവിടെ എന്ന് ചോദിച്ചുകൊണ്ട് വൈജയന്തി മുത്തശ്ശിയുടെ നേർക്ക് ഇങ്ങനെ അട്ടഹസിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈജയന്തിയുടെ ഈ പെരുമാറ്റം കണ്ടിട്ട് മുത്തശ്ശി ആകെ പെട്ടുപോവട്ടോ. എനിക്കറിയില്ല മോളെ, ഇങ്ങനെ ഒരു കാര്യം അച്ഛൻ നിന്നെ ഇങ്ങനെ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു എന്നുള്ളതൊന്നും എനിക്കറിയില്ല മോളെ, അന്ന് മരിച്ചു പോയെന്ന് തന്നെയാണ് എന്നോടും പറഞ്ഞത് എന്നൊക്കെ പറയട്ടോ. അമ്മയ്ക്ക് അറിയാം സത്യം, അമ്മ എന്നോട് കള്ളം പറയാണ്, എൻ്റെ കുഞ്ഞെവിടെ, എൻ്റെ കുഞ്ഞ് ഏതാണ്, ആരാണ് എൻ്റെ കുഞ്ഞ് എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ ഇതാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ എന്തിനാണ് അലീനയുടെ പേരിലേക്ക് സ്വത്ത് എഴുതി വെച്ചേക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് എനിക്ക് അറിയില്ല മോളെ എന്ന് പറയുമ്പോൾ, അപ്പോൾ അലീനയ്ക്ക് അറിയായിരിക്കും എൻ്റെ കുഞ്ഞെവിടെയെന്ന്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ അലീനയ്ക്ക് അറിയാലോ. അപ്പോൾ അലീനയ്ക്ക് പരിചയം ഉണ്ടായിരിക്കും എൻ്റെ കുഞ്ഞിന്, അവൾ വളർന്ന ഓർഫനേജിലായിരിക്കും ഇനി എൻ്റെ കുഞ്ഞ് വളർന്നിട്ടുണ്ടാവുക എന്നൊക്കെ ചോദിച്ച് വൈജയന്തി ആകെ ഇങ്ങനെ ഇതായി കൊണ്ടിരിക്കുക, കരഞ്ഞ് ഓരോന്നും ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ആരും ഞാൻ വെറുതെ വിടത്തില്ല, എൻ്റെ കുഞ്ഞിനെ എന്നിൽ നിന്ന് അകറ്റിയ ആരും ഞാൻ വെറുതെ വിടത്തില്ല, എനിക്ക് എൻ്റെ കുഞ്ഞിനെ വേണം എന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. പൊട്ടിക്കരയാണ്, അയ്യോ ദൈവമേ ഞാനൊരു മഹാഭാപിയായി പോയല്ലോ, എൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണാൻ പോലും കഴിഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് വൈജയന്തി. അങ്ങനെ ആ സമയത്ത് മുത്തശ്ശി കുറേ ആശ്വസിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും എനിക്കൊന്നും കേൾക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ആ ഫയലും സാധനങ്ങളൊക്കെ എടുത്ത് ബാഗിലാക്കിക്കൊണ്ട് ഞാൻ പോവാമെന്നും പറഞ്ഞ് വൈജയന്തി നേരെ കടപ്പാട്ടൂരിലേക്ക് ചെല്ലുക. അപ്പോൾ കടപ്പാട്ടൂർ ചെന്നിട്ട് ഇനിയിപ്പോൾ എന്താ ഇപ്പം ചോദിക്കുക, അലീനയുടെ അടുത്ത് ചോദിക്കണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണം. അപ്പോൾ അവളുടെ പേരിലേക്ക് എഴുതി വെച്ചത് എന്തുകൊണ്ടാണെന്ന് അറിയണമല്ലോ. അപ്പോൾ വൈജയന്തി ആണെങ്കിൽ വീട്ടിലെത്തിയതിന് ശേഷം പിന്നെ വിളിക്കുന്നത് ഗംഗേട്ടനെയാണ്. ഗംഗേട്ടനെ വിളിച്ചിട്ട് പൊട്ടിത്തെറിക്കുകയാണ് വൈജയന്തി ഗംഗേട്ടനോട് പറയുന്നുണ്ട്, എല്ലാവരും കൂടി എന്നെ ചതിക്കുകയായിരുന്നല്ലേ, ഒരാളെ ഞാൻ വെറുതെ വിടത്തില്ല, എന്നെ ചതിച്ച ആരും ഞാൻ വെറുതെ വിടത്തില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഫോണിലൂടെ അട്ടഹസിക്കുന്നുണ്ട്. എന്താ വൈജയന്തി നീ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എന്താ നിൻ്റെ പ്രശ്നം, നീ കാര്യം പറ എന്നൊക്കെ പറയാണ് ഗംഗേട്ടൻ. അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ പ്രസവിച്ച കുഞ്ഞ് മരിച്ചു പോയി എന്നല്ലേ അന്ന് നിങ്ങളെല്ലാവരും പറഞ്ഞത്, അതിനൊരു ഓർഫനേജിലല്ലേ നിങ്ങൾ വളർത്താൻ ഏൽപ്പിച്ചത് എന്ന് പറയട്ടോ. ഇതൊക്കെ ആരാ നിന്നോട് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ, പറഞ്ഞത് ആരും ആയിക്കോട്ടെ, അങ്ങനെയല്ലേ സംഭവിച്ചത്, എന്താ നിങ്ങളൊന്നും മറുപടി പറയാത്തത് എന്ന് ചോദിക്കുകയാണ്. അത് വൈജയ്, അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്, മരിച്ചുപോയി എന്ന് പറഞ്ഞത് നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു, എന്നിട്ട് എനിക്ക് നന്മയാണല്ലോ വന്ന് സംഭവിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ കുഞ്ഞിനെ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ, ആ കുഞ്ഞിനെ ഞങ്ങൾ ഒരു ഓർഫനേജിൽ കൊടുത്തു, 2 വർഷം കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞ് മരിച്ചു പോയി. വീണ്ടും എന്നോട് ഗംഗേട്ടൻ കള്ളം പറയുമെന്ന് പറയുമ്പോൾ, അല്ല രൗണ്യമ്മാവൻ അങ്ങനെയാണ് ഞങ്ങളോട് പറഞ്ഞത് എന്ന് പറയാണ് ഗംഗേട്ടൻ വൈജിയോട്. അതൊന്നുമല്ല സത്യം, എൻ്റെ കുഞ്ഞ് ഇപ്പോഴും ഇരിക്കുന്നുണ്ട്, അച്ഛൻ അവൾക്ക് വേണ്ടി എന്തൊക്കെയോ കരുതി കൂട്ടി വെച്ചിട്ടുണ്ട്, എൻ്റെ കുഞ്ഞിനെ എനിക്ക് കണ്ടെത്തണം എന്നൊക്കെ പറയണം. ഏത് ഓർഫനേജിലാണ് ഏൽപ്പിച്ചതെന്നുള്ളത് എനിക്ക് അന്വേഷിക്കണം, തിരുവനന്തപുരത്തുള്ള എവിടെയാണ് ഏൽപ്പിച്ചതെന്നുള്ളത് എനിക്ക് അന്വേഷിക്കണം, ഗംഗേട്ടൻ അത് വന്ന് അന്വേഷിച്ച് കണ്ടെത്തി തരണം, എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണണം എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുകയാണ്. ആരും ഞാൻ വെറുതെ വിടത്തില്ല, എൻ്റെ കുഞ്ഞിനെയും തമ്മിൽ അകറ്റി ആരും ഞാൻ വെറുതെ വിടത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഒച്ചപ്പാടും ബഹളം പൊട്ടിത്തെറിയും ഒക്കെ ആയിട്ട് വൈജി ഇങ്ങനെ റൂമിൽ നിന്നിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്താണ് അലീന അങ്ങോട്ടേക്ക് വരുന്നത്. ഇവിടെ എന്തോ ഭയങ്കര സംസാരമാണെന്ന് കേട്ടിട്ട്. അപ്പോൾ അലീന വരുന്ന സമയത്ത് വൈജയന്തി പിന്നെ ഫോൺ വെക്കുന്നുണ്ട്. വൈജയന്തി ആണെങ്കിൽ ഇനിയിപ്പോൾ എങ്ങനെ അലീനയോട് ചോദിക്കും, അലീനയ്ക്ക് എന്തൊക്കെയോ അറിയാമെന്നല്ലാതെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ചോദിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ എങ്ങനെ അലീനയിൽ നിന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും എന്നുള്ളൊരു ടെൻഷനിലാണ്. അപ്പോഴും വൈജയന്തിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഇനി വൈജയന്തി ചിന്തിക്കുന്നുണ്ട്, അലീന ആയിരിക്കും ഇനി എൻ്റെ മകൾ എന്ന് പോലും വൈജയന്തി ചിന്തിക്കുന്നുണ്ട് കേട്ടോ. കാരണം സ്വത്തൊക്കെ അലീനയുടെ പേരിലാണ് എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ വൈജയന്തി ചിന്തിക്കുകയും ചെയ്യേണ്ടത് അങ്ങനെ ആവാൻ സാധ്യതയില്ല, അവളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ കണ്ടതാണ് എന്ന് അതും ചിന്തിക്കുന്നുണ്ട്. അവളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒരു ദിവസം കഴിഞ്ഞാണ് അവളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കിടക്കുന്നത്. എൻ്റെ കുഞ്ഞിൻ്റെ ഡെലിവറീൻ്റെ ഒരു ദിവസം കഴിഞ്ഞാണ്. അപ്പോൾ അത് ഓർത്തപ്പോൾ ഇങ്ങനെ വൈജ അവൾ എൻ്റെ മകളാവാൻ സാധ്യതയില്ല. പക്ഷേ അവൾക്ക് അറിയാമായിരിക്കും എൻ്റെ മകൾ ആരാണെന്നുള്ളത്, അവളുടെ ഓർഫനേജിൽ വളർന്നിട്ടുണ്ടായിരിക്കും.
അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലായിരിക്കും അലീനയുടെ പേരിലേക്ക് സ്വത്ത് എഴുതി വെച്ചേക്കുന്നത്. ഇനി അവൾക്ക് കൂടി കൊടുക്കാനായിട്ടായിരിക്കും, എന്താ ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. പിന്നെ എന്തിനായിരിക്കാം അലീനയുടെ പേരിൽ സ്വത്ത് എഴുതി വെച്ചതെന്നും അതും മനസ്സിലാവുന്നില്ല. അലീനയാണ് മകളെന്ന് വിശ്വസിക്കാൻ അതും പറ്റുന്നില്ല കേട്ടോ വൈജയന്തിക്ക്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുകയാണ്. എന്നിട്ട് വൈജയന്തി അലീനയോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ ഓർഫനേജിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുക കേട്ടോ. നിൻ്റെ അതേ ഏജിലുള്ള വേറെ ആരെങ്കിലും കുട്ടികളായിട്ട് അവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഓർമ്മയിലില്ല, ഇനി ചെറുപ്പത്തിലുണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല എന്ന് പറയണേ. അപ്പോൾ ചെറുപ്പത്തിലുണ്ടായ കുറേ പേരുണ്ടായിരുന്നു, എൻ്റെ ഏജിലൊക്കെ ഉള്ള കുറേ പേരുണ്ടായിരുന്നു. പിന്നെ ഓരോരുത്തർ വന്ന് അഡോപ്റ്റ് ചെയ്തുകൊണ്ട് പോയി എന്നൊക്കെ പറയണേ. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, നിൻ്റെ പ്രായത്തിലുള്ള പിള്ളേർ ഉണ്ടായിരുന്നു എന്ന് വീണ്ടും ചോദിക്കുക കേട്ടോ. ഉണ്ടായിരുന്നു മാഡം. എന്താ മാഡം ചോദിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയണം. അവരൊക്കെ ആരാണ് എടുത്തുകൊണ്ട് പോയതെന്ന് അറിയാവോ? അവരൊക്കെ ആരാണ് ഇത് എത്തെടുത്തുകൊണ്ട് പോയതെന്ന് അറിയാവോ എന്ന് ചോദിക്കുകയാണേ. അപ്പോൾ അലീന പറയുന്നുണ്ട്, അതിൻ്റെ രേഖകളൊക്കെ ബ്രിജിത്താമ്മയുടെ കയ്യിലുണ്ടായിരുന്നു. അതൊക്കെ പിന്നെ എടുത്തുകൊണ്ട് പോയ ആൾക്കാർ ആരാന്നൊക്കെ ഉള്ളത് എൻ്റെ കയ്യിൽ കുറച്ച് ഫയലുണ്ട്, അതിൽ ചിലപ്പോൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ കോൺവെൻറ്റിലായിരിക്കും എന്ന് പറയണം. നീ അതിലൊന്ന് നോക്കിക്കേ, ആരൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നതെന്നും എങ്ങോട്ടാണ് കൊണ്ടുപോയതെന്നൊക്കെ ഒന്ന് നോക്കിക്കേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന എന്ത് പറ്റി മാഡം, എന്താ കാര്യം എന്ന് അന്വേഷിക്കുകയാണ്. കാര്യം അറിഞ്ഞാലേ നീ നോക്കത്തുള്ളൂ, നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നീ ഒന്ന് നോക്ക്. നിൻ്റെ ഏജിലുള്ള നിൻ്റെ അതേ ഏജിൽ കിടക്കുന്ന കുട്ടികളുടെ പേര് വിവരങ്ങൾ അവരാരാണ് എടുത്തുകൊണ്ട് പോയത് എന്നുള്ളതൊന്ന് നോക്ക് എന്ന് പറയുന്നുണ്ട്. ശരി മാഡം, ഞാൻ നോക്കാം എന്ന് പറയാട്ടോ. അപ്പോൾ അലീന പോയി ബാഗിലൊക്കെ നോക്കുമ്പം അങ്ങനെ ഒരു ഫയൽ അലീനയുടെ കയ്യിലില്ല കേട്ടോ. അപ്പോൾ അലീന വന്നിട്ട് പറയുന്നുണ്ട്, മാഡം എൻ്റെ കയ്യിൽ അങ്ങനെ ഒരു ഫയലില്ല, അത് മിക്കവാറും കോൺവെൻറ്റിൽ തന്നെ ആയിരിക്കും, മമ്മി അതെനിക്ക് തന്നിട്ടില്ല എന്ന് പറയാട്ടോ. അപ്പോൾ വൈജയന്തി ആണെങ്കിൽ എങ്ങനെയെങ്കിലും അവിടെ പോകണം, അതിനെപ്പറ്റി അന്വേഷിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിൽ ഇതിന് എത്തുകയാണ്. എന്നിട്ട് ഗംഗേട്ടനെ വിളിക്കുന്നുണ്ട്. ഗംഗേട്ടൻ എത്രയും പെട്ടെന്ന് നാട്ടിൽ വരണം, എൻ്റെ കൂടെ തിരുവനന്തപുരത്ത് വരണം, എനിക്ക് അവിടെ പോയി അന്വേഷിക്കണം, എൻ്റെ മകളെ കണ്ടെത്തണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്, എന്താ കാര്യം, നീ കാര്യം എന്താണെന്ന് പറയാമെന്ന് പറയുമ്പോൾ, അമ്മയ്ക്ക് ഇന്നൊരു രജിസ്റ്റേർഡ് പോസ്റ്റ് വന്നു, അതിലെ കുറച്ച് സ്വത്ത് അച്ഛനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് അലീനയുടെ പേരിലേക്കാണ് എഴുതി വെച്ചിരിക്കുന്നത്. എന്താ അതിൻ്റെ കാരണം എന്താണ്? അലീനയാണോ എൻ്റെ മകള് മരിച്ചു പോയിട്ടില്ല എന്ന് അച്ഛൻ എനിക്ക് വേണ്ടി ഒരു പ്രത്യേകമായിട്ടൊരു കത്ത് എഴുതിയിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അലീന എൻ്റെ മകളാണോ എന്ന് ചോദിക്കട്ടോ. അത് കേട്ടിട്ട് ഗംഗേട്ടൻ ഞെട്ടി പോകുന്നുണ്ടോ. എന്താ വൈജി നീ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ, അലീന എൻ്റെ മകളാണോ, പക്ഷെ അവളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ കണ്ടതാണ്, അതിൽ വ്യത്യാസമുണ്ട്. എൻ്റെ ഡെലിവറി നടന്ന ഡേറ്റ് അല്ല അവളുടേത്. ഞാൻ അവളെ വിളിച്ച് സംസാരിച്ചു, അവളുടെ ഏജിലുള്ള വേറെയും വേറെയും കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് അവൾ പറഞ്ഞത്. അവരെയൊക്കെ ഓരോരുത്തരെ അഡോപ്റ്റ് ചെയ്ത് എടുത്തുകൊണ്ട് പോയി. അപ്പോൾ അതിൻ്റെ രേഖകളൊക്കെ അവിടെ ഉണ്ടായിരിക്കും, അവളുടെ കയ്യിലില്ല, അതൊക്കെ കോൺവെൻറ്റിലാണെന്നാണ് അവൾ പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് അവിടെ പോകണം, ഗംഗേട്ടൻ വന്നില്ലെങ്കിൽ ഞാൻ തനിച്ച് പോയി അന്വേഷിക്കും എന്നൊക്കെ പറയട്ടോ. എൻ്റെ വൈജയ് നീ ഒന്ന് അടങ്ങ്, അതൊക്കെ നമുക്ക് പിന്നെ അന്വേഷിക്കാമെന്ന് പറയുമ്പോൾ, പറ്റില്ല ഗംഗേട്ട, എല്ലാവരും കൂടെ എന്നെ ചതിക്കുകയായിരുന്നു, എന്നെ വഞ്ചിക്കുകയായിരുന്നു, ഇനി എനിക്ക് പറ്റത്തില്ല, എനിക്ക് എൻ്റെ മോളെ കണ്ടെത്തണം എന്ന് പറയണ വൈജ. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. വൈജയ് നിനക്കിപ്പോൾ ഒരു കുടുംബമുണ്ട്, ഒരു ഭർത്താവുണ്ട്, 3 മക്കളുണ്ട്, അവരുടെയൊക്കെ ഭാവി എന്തായിരിക്കും? നീ ആ മകളുടെ പുറകെ പോയിട്ടുണ്ടെങ്കിൽ നിൻ്റെ കുടുംബം എന്തായിരിക്കും? ബാലചന്ദ്രൻ ഇത് അറിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? അയാൾ ഇതിനെ സമ്മതിച്ച് തരുമോ? അയാൾ നിനക്കെതിരെ നിൽക്കത്തില്ലേ? നിൻ്റെ മക്കൾ നിനക്കെതിരെ നിൽക്കത്തില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇത്രയും നാളും ഞാൻ അവർക്കുണ്ടായില്ലേ, അവരുടെ കൂടെ ആയിരുന്നില്ലേ ഞാൻ? എൻ്റെ മോൾക്ക് ആരും ഉണ്ടായില്ലല്ലോ, ഇനിയെങ്കിലും എനിക്ക് അവളുടെ കൂടെ നിൽക്കണം, അവളെ എനിക്ക് വേണം ഗംഗേട്ടൻ വന്നില്ലെങ്കിൽ തീർച്ചയായും ഞാൻ പോയി കൊണ്ടുവരും എന്ന് തന്നെ പറയണം. അപ്പോൾ വൈജയന്തി എന്തായാലും പോകുമെന്ന് തീരുമാനിച്ചതുകൊണ്ട് ഗംഗാധരൻ പറയുന്നുണ്ട്, ശരി ഞാൻ വരാം, നമുക്ക് 2 പേർക്കും കൂടി പോവാം, നീ ഒന്ന് അടങ്ങ്, 2 ദിവസം കഴിയട്ടെ, എനിക്ക് ഇപ്പോൾ വരാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ, പറ്റില്ല ഗംഗേട്ടൻ നാളെ തന്നെ ഇവിടെ എത്തണം, എനിക്ക് അർജൻറ്റായിട്ട് അവിടെ പോകണം, ഈ കാര്യം എത്രയും പെട്ടെന്ന് അന്വേഷിക്കണം, ഇനി നീട്ടി വെക്കാനൊന്നും പറ്റത്തില്ല എന്ന് പറയണം. ശരി ഞാൻ നാളെ വരാം, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഞാൻ വരാം, എന്നിട്ട് നമുക്ക് പോവാം, ഞാൻ വരാമെന്ന് പറഞ്ഞില്ലേ, നീ ധൃതി കൂട്ടാതെ തൽക്കാലം നീ ഇതിനെപ്പറ്റി ഇനി അലീനയോടൊന്നും പറയാനോ ചോദിക്കാനോ പോവണ്ട എന്നൊക്കെ പറയാണ് ഗംഗാധരൻ. അങ്ങനെ ശരി എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടും വൈജയുടെ മനസ്സിൽ 100 സംശയങ്ങളാട്ടോ. എന്തുകൊണ്ടായിരിക്കാം മുത്തശ്ശൻ, എന്തുകൊണ്ടായിരിക്കാം അച്ഛൻ അലീനയുടെ പേരിൽ സ്വത്ത് എഴുതി വെച്ചത്? പക്ഷേ അവൾ ജനിച്ച ഡേറ്റും വ്യത്യാസമുണ്ടല്ലോ, ഇനിയൊരു പക്ഷേ അവൾ അവിടെ കൊണ്ടുപോയി കൊടുത്ത ഡേറ്റ് ആയിരിക്കുമോ അവിടെ എഴുതിയിട്ടുണ്ടാവുക, അതോ ഇരിക്കുമോ അവളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവുക? അപ്പോൾ ശരിക്കും അലീന തൻ്റെ മകളായിരിക്കുമോ? ഇവരൊക്കെ അലീനയെ സ്നേഹിക്കാനുള്ള കാരണം ഇതായിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് വൈജയന്തി. അപ്പോൾ പിന്നെയും ചിന്തിക്കുന്നുണ്ട്, അതായിരിക്കത്തില്ല, അലീനയ്ക്ക് ഒരു പക്ഷേ ഇതിനെ പറ്റിയൊന്നും അറിയുന്നുണ്ടായിരിക്കത്തില്ല,
പക്ഷേ എന്തുകൊണ്ടായിരിക്കാം വീണ്ടും ഇങ്ങനെ ചിന്തിക്കുകയാണ്, എന്തുകൊണ്ടായിരിക്കാം അലീനയുടെ പേരിൽ സ്വത്തുക്കൾ വന്നത് എന്നുള്ളതിൻ്റെ ഒരു സംശയം ഇങ്ങനെ മനസ്സിൽ കിടക്കണം. എന്താണെങ്കിലും അവിടെ പോയി അന്വേഷിക്കണം. അലീനയാണോ തൻ്റെ മകൾ എന്ന് ഉറപ്പുവരുത്തണം. ഇനി അലീന അല്ലെങ്കിൽ മറ്റാരാണെന്ന് കണ്ടെത്തണം എന്നുള്ളൊരു തീരുമാനത്തിലാണ് വൈജ എന്താണെങ്കിലും സത്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ മുഴുവൻ സത്യങ്ങളും അറിയാനുള്ള ഒരു ശ്രമത്തിലാണ് നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കുറച്ച് കഴിഞ്ഞ് വരാൻ പോകുന്ന എപ്പിസോഡാട്ടോ. വളരെയധികം ഹൃദയസ്പർശിയായിട്ടുള്ള കുറച്ച് രംഗങ്ങളൊക്കെയാണ് ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നത്. പിന്നീട് അലീനയാണ് തൻ്റെ മകൾ എന്നുള്ള സത്യം വൈജ തിരിച്ചറിയുന്ന നിമിഷമുണ്ട്. അതിനുശേഷം വൈജ എടുക്കുന്ന ഒരു കടുത്തൊരു തീരുമാനം എന്ന് തന്നെ പറയാം ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇനി അങ്ങോട്ട് വരാനിരിക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ സ്റ്റോറി. അത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.